ക്രിസ്മസ് എത്തിയല്ലേ? ഇത്തവണത്തെ ക്രിസ്മസിന് പഴമയുടെ സ്വന്തം സ്വാദ് ഒരു അടിപൊളി പിടിയായാലോ? നിങ്ങൾ പല വീഡിയോയിലും പിടി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാകും, നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ്. എന്നാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ട് പഴയ രീതിയിൽ തന്നെയാണ്. എന്നാ തുടങ്ങിയാലോ? ആദ്യം തന്നെ ഒരു മുറത്തിലേക്ക് ഞാൻ നല്ല പച്ചരി എടുക്കുന്നുണ്ടേ. മുറത്തിലിട്ട് നന്നായി ഒന്ന് പേറ്റി നെല്ലും പതിരും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാം. സാധാരണ വീട്ടിലെ അരി അളക്കുന്ന നാഴിക്ക് ഒരു നാഴി അരി അളന്നെടുക്കാം. ഏകദേശം 4 പേർക്കുള്ള പിടി ഈ ഒരു നാഴി അരി കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാമേ. നെല്ലും പതിരും മാറ്റി അളന്നെടുത്ത പച്ചരി ഒരു പാത്രത്തിലേക്ക് മാറ്റി മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു 4-5 മണിക്കൂർ അരി ഒന്ന് കുതിർത്തെടുക്കാം. ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടാൽ വേഗം തന്നെ അരിയെല്ലാം കുതിർന്ന് കിട്ടുവേ. 4-5 മണിക്കൂറിന് ശേഷം അരി നന്നായി തന്നെ കുതിർന്നു വന്നിട്ടുണ്ട്. 4-5 തവണ കഴുകിയ അരി വെള്ളം വാർന്നു പോകാനായി ഒരു അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, അല്പം പോലും വെള്ളം ഉണ്ടാകാത്ത വിധത്തിൽ അരി മൊത്തം നന്നായി തന്നെ ഊറ്റിയെടുക്കണം. വെള്ളം വാർന്നു പോയ പച്ചരി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അടപ്പിട്ട് നല്ല തരിതരിപ്പായി തന്നെ പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്ന സമയത്ത് കട്ട കെട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇടയ്ക്ക് മിക്സിയുടെ ജാർ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, കട്ട കെട്ടാതിരിക്കാൻ. നന്നായി പൊടിച്ചെടുത്ത അരിപ്പൊടി നല്ല വിസ്താരമുള്ള ഒരു ഉരുളിയിലേക്കോ ചീനച്ചട്ടിയിലേക്കോ മാറ്റാം. അങ്ങനെ അരി മൊത്തം പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, കുറച്ച് കട്ടയെല്ലാം കിടക്കുന്നുണ്ട്. ഇനി കൈകൊണ്ട് ചെറുതായി ഒന്ന് ചിക്കി കട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. പൊടിച്ചെടുത്തത് വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുത്താലും തരക്കേടില്ല കേട്ടോ. അല്പം കട്ട കിടന്നാലും കുഴപ്പമില്ല, വെള്ളം ചേർത്ത് കുഴയ്ക്കാനുള്ളതല്ലേ. ദാണ്ടേ പൊടിയുടെ പണി ഏകദേശം ആയിട്ടുണ്ട്. ഒരുവിധം കട്ടയെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു അരപ്പുണ്ട്. ഇനി അതിന്റെ പണിയിലേക്ക് പോയാലോ? ഒരു നാഴി അരിക്ക് ഏകദേശം അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. തേങ്ങയ്ക്ക് പുറമെ 5-6 ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂണോളം നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം. ഈ ഐറ്റംസ് ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പിന്നെ വെളുത്തുള്ളി ഒരുപാട് ചേർക്കാതിരിക്കുന്നതാണ് നല്ല രുചി കേട്ടോ. എടുത്തു വെച്ച ഈ അരപ്പിനുള്ള ചേരുവയെല്ലാം ഒരു ജാറിലിട്ട് വെള്ളം ചേർക്കാതെ തന്നെ ഒന്ന് ചെറുതായി ഒതുക്കി ചതച്ചെടുക്കണം. ഏതാണ്ട് നമ്മുടെ അവിയലിന്റെ അരപ്പ് കണക്കെ. അങ്ങനെ അരപ്പ് ഓക്കെ. ഇനി അടുപ്പ് കത്തിച്ച് പൊടിച്ചു വെച്ച അരിപ്പൊടി നല്ല രീതിയിൽ തീ കുറച്ച് ഒന്ന് വറുത്തെടുക്കാം. 3-4 മിനിറ്റിനുള്ളിൽ തന്നെ അരിപ്പൊടിയിലെ വെള്ളമെല്ലാം പോയി നന്നായി ഡ്രൈ ആയി കട്ടയെല്ലാം ഉടഞ്ഞ് അരിപ്പൊടി പാകത്തിന് ഫ്രൈ ആയി കിട്ടിയേ. അല്പം കട്ടയൊക്കെ ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ലെന്നേ. ഇനി ഈ വറുത്ത അരിപ്പൊടിയിൽ നിന്നും കുറച്ച് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ആവശ്യമുണ്ട് വഴിയെ പറഞ്ഞു തരാമേ. നന്നായി വറുത്തെടുത്ത അരിപ്പൊടിയിലേക്ക് ഇനി ചതച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാമേ. അരപ്പ് ചേർത്ത ശേഷം എല്ലാം കൂടെ നന്നായി ഇളക്കി ഒന്നുകൂടെ ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയെടുത്ത ഈ കൂട്ടിലേക്ക് അല്പാൽപമായി ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിക്കാൻ നിൽക്കല്ലേ. ആദ്യം അല്പം ഒഴിച്ച് ഒന്നിളക്കി പൊടിയുടെ പരുവം ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ വെള്ളം ചേർത്താൽ മതിയേ. ഇനി വെള്ളം കൂടിപ്പോയാൽ നേരത്തെ കോരി മാറ്റിവെച്ച പൊടി അല്പം ചേർത്ത് നന്നായി ഇളക്കി നല്ല തിക്കായിട്ട് കുഴച്ചെടുക്കണം. ഏതാണ്ട് ചപ്പാത്തി മാവ് കണക്കെ. വെള്ളം ഒഴിച്ച് ഇളക്കിയെടുത്ത കൂട്ടിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത പാടെ ചട്ടുകം കൊണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ചെറുതായി ഒന്ന് തണുക്കാനായി മാറ്റിവെക്കാം. ചെറു ചൂടോടെ അല്പം വെള്ളം ആവശ്യമെങ്കിൽ തളിച്ച് പിടിക്കുള്ള മാവ് നന്നായി കുഴച്ച് മറിച്ച് ഒരു വലിയ ബോള് കണക്കെ ഉരുട്ടി വെക്കണം. കൈയോടെ തന്നെ അല്പാൽപ്പം എടുത്ത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉരുളകളാക്കി മാറ്റിവെക്കാം. ഇതെല്ലാം ആ ചൂടോടെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. തണുത്തു പോയാൽ ഭയങ്കര കട്ടിയാകും, പിന്നെ ഉരുട്ടാനും പറ്റില്ല. സമയം ഒട്ടും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരേ സമയത്ത് 2-3 ഒക്കെ കയ്യിലിട്ട് ഉരുട്ടിയെടുത്താൽ നിമിഷ നേരം കൊണ്ട് ഉണ്ട റെഡിയായി കിട്ടുമേ. ഉണ്ട ഉരുട്ടി കുറച്ചാവുമ്പോൾ ചെറിയ പാത്രത്തിലേക്കാണ് ഇടുന്നതെങ്കിൽ ഇതുപോലെ അല്പം അരിപ്പൊടി വിതറിക്കൊടുത്താൽ ഒന്നിനോട് ഒട്ടാതെ കിട്ടും. അവസാനം മാവ് മുഴുവൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അവസാനമായി മിച്ചം വന്ന അരിപ്പൊടി കൂടി മുകളിൽ തൂവി കൊടുക്കാം. ഇങ്ങനെ അല്പം അരിപ്പൊടിയായിട്ട് തന്നെ ഇട്ടാൽ പിടിയുടെ ചാറ് നല്ല കട്ടിയായി തന്നെ കിട്ടും. അതാണ് ഇതിന്റെ ഒരു സീക്രട്ട്. ഇനിയാണ് ഫൈനൽ പണി. ഒരു പാത്രം വെച്ച് ചൂടാക്കി പിടി മുങ്ങി വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് അടപ്പിട്ട് തീ കൂട്ടി നന്നായി വെട്ടിത്തിളപ്പിച്ചെടുക്കണം. വെട്ടിത്തിളക്കുന്ന ചൂടുവെള്ളത്തിലേക്ക് 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയ്ക്ക് പുറമെ നേരത്തെ ഉരുട്ടി വെച്ച പിടിയും അരിപ്പൊടിയും ഒരുമിച്ച് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു ചട്ടകം കൊണ്ട് പിടിയെല്ലാം ഉടഞ്ഞു പോകാതെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കും വിധം ഇളക്കി കൊടുക്കാം. അടപ്പിട്ട് തീ കൂട്ടി വെച്ച് 3-4 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കണം. തിള വന്നാലുടൻ അടപ്പ് മാറ്റി ചെറുതായി ഒന്ന് ഇളക്കി ചാറ് തൊട്ട് ഉപ്പൊന്ന് നോക്കിക്കളയാം. ഉപ്പല്പം കുറവുണ്ടേ. ഈ സമയത്ത് ചാറിനാവശ്യമായ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം തുറന്നു വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ആവശ്യത്തിന് ചാറ് കുറകുന്നത് വരെ നന്നായി തിളപ്പിക്കാം. എനിക്കൊക്കെ ചാറ് നന്നായി നീട്ടിയ അധികം കട്ടിയില്ലാത്ത പിടി കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ അല്പം ചാറ് നീട്ടി തന്നെ അടുപ്പിൽ നിന്നും വാങ്ങി വെക്കാം. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ചാറെല്ലാം കുറുകി ഇങ്ങനെ പിടിക്ക് മുകളിൽ നുരയും പതയും കുമ്പളയും പൊട്ടി വരുന്ന സമയത്ത് തന്നെ അടുപ്പിൽ നിന്നും വാങ്ങി അടപ്പിട്ട് മൂടി വെക്കാം. പിടിയൊക്കെ ആ ചെറു ചൂടോട് തന്നെ കഴിക്കുന്നതാണ് അതിന്റെയൊക്കെ ഒരു ഇത്. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും പിടിക്ക് അല്പം ചാറ് കൂട്ടി വെക്കണം. കാരണം തണുത്ത് കഴിയുമ്പോൾ ഇവൻ അങ്ങോട്ട് കട്ടിയാകും. ഇത്തവണത്തെ ക്രിസ്മസിനും ന്യൂ ഇയറിനും എല്ലാവരും ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്യുമല്ലേ. പിന്നെ ഇന്നത്തെ രുചി ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. വീണ്ടും മറ്റൊരു രുചിയുമായി കണ്ടുമുട്ടും വരെ ബൈ ഫ്രം വിച്ചൂസ്.